നമസ്കാരം. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി SIET അവതരിപ്പിക്കുന്ന കായിക ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കായികക്ഷമതയും ആരോഗ്യവും ഇല്ലാത്ത ഒരു ജനതയ്ക്ക് സുശക്തവും വികസിതവുമായ രാഷ്ട്രമോ സമൂഹമോ കെട്ടിപ്പടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ നല്ല ആരോഗ്യശീലങ്ങളും വ്യായാമ മുറകളും പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സമഗ്രമായ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് രൂപം നൽകിയിട്ടുള്ളത്. SCERT തയ്യാറാക്കിയ ഹാൻഡ്ബുക്കിനെ അധിഷ്ഠിതമാക്കിയാണ് ഈ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ SIET തയ്യാറാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തുടനീളമുള്ള നിരവധി കായികാധ്യാപകരുടെ സേവനം ഇതിനുവേണ്ടി ലഭ്യമായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിനും ഈ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ പ്രയോജനകരമായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കുട്ടികളുടെ സർവോത്മകമായ വ്യക്തിവികാസം ലക്ഷ്യം വയ്ക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ ക്രിയാത്മകവും ചലനാത്മകവുമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ആരോഗ്യ കായിക വിദ്യാഭ്യാസം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യ പൂർത്തീകരണത്തിനായി യത്നിക്കുകയാണ്. പ്രൈമറി തലത്തിൽ തയ്യാറാക്കിയ സമഗ്ര പരിശീലന പദ്ധതിയുടെ ആരോഗ്യമെന്നാൽ സാമൂഹിക, ശാരീരിക, മാനസിക സുസ്ഥിതിയാണെന്നും തിരിച്ചറിയുന്നു. ശാരീരികക്ഷമതയും കായികക്ഷമതയും ആർജിക്കേണ്ട ആവശ്യകതയും തുറന്നു കാട്ടാൻ ഉതകുന്ന പാഠ്യപദ്ധതിയുടെ കുട്ടികൾക്കായുള്ള ദൃശ്യാവിഷ്കാരത്തിലേക്ക് സ്വാഗതം. ഏതാനും ദശകങ്ങൾക്ക് മുമ്പ് വരെ വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത ഒരു മേഖലയായിരുന്നു കായികരംഗം. എങ്കിലും ഇന്ന് നാം ഈ രംഗത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാക്കി കഴിഞ്ഞു. അത്ഭുതാവഹമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ തിരിച്ചറിവ് നമ്മെ പ്രാപ്തരാക്കുന്നു. കളിക്കളത്തിൽ നമ്മുടെ കുട്ടികൾ ആർജിക്കുന്ന കഴിവ് നിരവധിയാണ്. ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള പ്രാപ്തി, ടീം സ്പിരിറ്റ്, കാലാവസ്ഥാ വ്യതിയാനങ്ങളായ മഴ, വെയിൽ തുടങ്ങിയവയെ അതിജീവിക്കാനുള്ള കഴിവ്, പ്രതിരോധശേഷി ആർജിക്കൽ, ജീവിതത്തിലെ ഏതു വെല്ലുവിളിയെയും നേരിടുവാൻ ശരീരത്തെയും മനസ്സിനെയും പ്രാപ്തമാക്കൽ തുടങ്ങി എല്ലാ സാഹചര്യങ്ങളെയും നേരിടാനുള്ള കഴിവുകൾ കുട്ടികൾ കളിക്കളങ്ങളിൽ ആർജിക്കുന്നു. വിജയപരാജയങ്ങളെ ഒരുപോലെ കാണാനും വിജയത്തിൽ അഭിരമിക്കാതെയും പരാജയത്തിൽ പതറാതെയും സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ വസ്തുതകളെ കാണാൻ കുട്ടികൾ കളിക്കളത്തിലാണ് പ്രാപ്തരാകുന്നത്. അനുകൂല പ്രതികൂല സാഹചര്യങ്ങളെ ഒരുപോലെ കാണാനും അമിത ആത്മവിശ്വാസം പരാജയത്തെ ക്ഷണിച്ചു വരുത്തും എന്ന തിരിച്ചറിവ് നേടാൻ കുട്ടി പരിശീലിക്കുന്നതും കളിക്കളത്തിൽ തന്നെ. സഹജീവി സ്നേഹവും പരസ്പര സഹകരണവും അവൻ ശീലിക്കുന്നത് കളിക്കളത്തിൽ നിന്നാണ്. കായിക സാക്ഷരത കേവലം കായികക്ഷമതയ്ക്കുള്ള ഉപാധി മാത്രമാവാതെ ഒരു നവരാഷ്ട്ര സൃഷ്ടിയുടെ പ്രഖ്യാപനവും ഊർജവും ആകുന്നിടത്താണ് ഈ യജ്ഞം വിജയിക്കുന്നത്. ഒരു കുട്ടിയുടെ പിറവി മുതൽ കായിക സാക്ഷരതാ പ്രവർത്തനം ആരംഭിക്കണം എന്ന അവബോധം ഓരോരുത്തരിലും ഉണ്ടാവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിന് കായികക്ഷമത കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ആരോഗ്യമുള്ള കുട്ടികളിൽ കൂടി മാത്രമേ ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കൂ.
അടിസ്ഥാന സഞ്ചാരശേഷികളായ നടത്തം, ഓട്ടം എന്നിവയിൽ കഴിവ് വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നടത്തം എന്നത് ശരീരത്തെ മുഴുവനായും ചലനാത്മകമാക്കുന്ന പ്രക്രിയയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായ വിവിധ തരത്തിലുള്ള നടത്തം നമുക്ക് ശീലിക്കാം. ഇത്തരത്തിലുള്ള വിവിധ ചലനങ്ങൾ ഫലപ്രദമായി പഠിക്കുമ്പോഴാണ് സുഗമമായ ചലനം സാധ്യമാകുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യ ചലനങ്ങൾ വന്നാൽ പോലും നമുക്ക് പരിക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യും. തെറ്റായ നടത്തശീലങ്ങൾ നാം ശീലിക്കുകയാണെങ്കിൽ അത് അത്ര ഗുണകരമല്ല. ചില നടത്ത രീതികളും അവയുടെ പ്രയോഗവും നമുക്ക് നോക്കാം. സാധാരണ നടത്തം അഥവാ നോർമൽ വാക്കിലെ തെറ്റായ രീതികളും തെറ്റായ പ്രയോഗങ്ങളും എന്തെല്ലാമാണെന്ന് ആദ്യം പരിശോധിക്കാം. ഈ തെറ്റുകൾ തിരുത്തി വേണം നാം നടത്തം ശീലിക്കാൻ. ഈ നടത്ത രീതി തെറ്റാണ്. ഇത് ശീലിക്കുന്നതും പ്രയോഗിക്കുന്നതും ശരിയല്ല. ഇതാണ് യഥാർത്ഥത്തിൽ പരിശീലിക്കേണ്ടതും പ്രയോഗിക്കേണ്ടതുമായ നടത്ത രീതി. ശരിയായ നടത്തം നാം പരിശീലിക്കേണ്ടിയിരിക്കുന്നു. ഈ രീതിയിൽ നടക്കുന്നതാണ് ശരിയായ നടത്ത രീതി. വിവിധ ഇനം നടത്തങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ടോ വാക്ക്. കാൽപാദത്തിലെ 5 വിരലുകളും ഭൂമിയിൽ ഊന്നിക്കൊണ്ട് മടമ്പ് അഥവാ ഉപ്പൂറ്റി പൂർണ്ണമായും പൊക്കിക്കൊണ്ട് നടക്കുന്നതാണ് ടോ വാക്ക്. ഹീൽ വാക്ക്. കാലിൻ്റെ പുറകുവശം അഥവാ ഉപ്പൂറ്റി തറയിൽ ഊന്നിക്കൊണ്ട് നടക്കുന്ന രീതിയാണ് ഹീൽ വാക്ക്. ബ്രിസ്ക് വാക്ക്. ഇരു കൈകളും വീശിയുള്ള നടത്തമാണ് ബ്രിസ്ക് വാക്ക്. റേസ് വാക്കിംഗ്. ഇത് ദേശീയ അന്തർദേശീയ തലത്തിലെ ഒരു മത്സര ഇനമാണ്. ഈ നടത്തത്തിന് പ്രത്യേക പരിശീലനം ആവശ്യമാണ്. ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെയുള്ള നടത്തമാണ് റേസ് വാക്ക്. ഇത് പരിശീലിക്കുന്നതിന് ഒരു പരിശീലകന്റെ സഹായം തേടുന്നത് നല്ലതാണ്. കാഷ്വൽ സ്ട്രോൾ. ദൃശ്യത്തിൽ കാണുന്നത് പോലെയുള്ള നടത്തത്തെയാണ് കാഷ്വൽ സ്ട്രോൾ എന്ന് പറയുന്നത്. പവർ വാക്കിംഗ്. ദൃശ്യത്തിൽ കാണുന്നത് പോലെയുള്ള നടത്തത്തെയാണ് പവർ വാക്കിംഗ് എന്ന് പറയുന്നത്. മേൽപ്പറഞ്ഞ ചില നടത്ത ശൈലികൾ പരിചയപ്പെട്ടിരിക്കുന്നത് ചലനശേഷി എന്ന പാഠ്യഭാഗം പഠിക്കുന്നതിന് ഏറെ പ്രയോജനകരമാണ്. കളിച്ചു കഴിഞ്ഞോ? ഓക്കെ, നമുക്കൊരു വാട്ടർ ബ്രേക്ക് പോവാം. ഈ വാട്ടർ ബ്രേക്ക് എന്താ നിങ്ങൾക്ക് അറിയോ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ സിമ്പിളായിട്ട് വാട്ടർ ബ്രേക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, വാട്ടർ ബ്രേക്ക് എന്താ പറയുക? നമ്മൾ വെള്ളം കുടിക്കാൻ പോകുന്നതാണ് വാട്ടർ ബ്രേക്ക് എന്ന് പറയുന്നത്. വാട്ടർ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ കളിച്ച് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലം എന്ത് സ്വെറ്റായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിനൊക്കെ റീഫിൽ ചെയ്യണ്ടേ? ഇങ്ങനെ ഈ ജലം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഡീഹൈഡ്രേഷൻ ആവും. ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ എന്താ അറിയോ? നമ്മുടെ ശരീരത്തിൽ ജലം ഇല്ലാത്ത അവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. നിങ്ങൾ എങ്ങനെ അറിയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം ഇല്ല, നിങ്ങൾക്ക് വെള്ളം വേണം? നമുക്ക് ആദ്യം വരുന്നത് ദാഹം, ഭയങ്കരമായിട്ട് ദാഹം വരും, ഒന്ന് ക്ഷീണം വരും, നമ്മുടെ നാക്കും മൗത്തൊക്കെ എന്ത് ചെയ്യും? ഭയങ്കര ഡ്രൈ ആവും, നമ്മുടെ സ്കിൻ എന്താവും? ഓക്കെ, സ്കിന്ന് ഡ്രൈ ആവും. അതുപോലെ ക്ഷീണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ഹെഡേക്ക് എടുക്കും, ചിലപ്പോൾ തലവേദന, ചിലപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ യൂറിന് പാസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ശരീരം ഡീഹൈഡ്രേഷൻ ആവുന്നത്. അപ്പോൾ ഡീഹൈഡ്രേഷൻ ആവുന്നതിന് നമ്മൾ എന്ത് ഹൈഡ്രേറ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ വെള്ളം എടുക്കാൻ വേണ്ടിയാണ് ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. ഇങ്ങനെ ഡീഹൈഡ്രേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ സ്പോർട്സ് ചെയ്യുമ്പോഴത്തേക്കും മസിൽസിന് ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ മസിൽസിന് പ്രോബ്ലം ഉണ്ടാകും, നിങ്ങളുടെ ടിഷ്യൂസ് ഉണ്ടല്ലോ, ചെറിയ ടിഷ്യൂസൊക്കെ ഡാമേജ് ആകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരത്തിനെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ആക്ടിവിറ്റിക്ക് 10 മിനിറ്റിനിടയ്ക്കും ഒരു 20 മിനിറ്റിനിടയ്ക്കും ഒരു സിപ്പ് വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം.
അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ വാട്ടർ ബ്രേക്ക് എടുക്കുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ വാട്ടർ ബ്രേക്ക്. ഓരോ കളിയിലും ഓരോ നേട്ടങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തയ്യാറാക്കിയ പാഠ്യപദ്ധതിയിൽ ചലനശേഷികൾ എന്ന പാഠ്യഭാഗത്ത് ഓരോ കളിയിലും ഓരോ നേട്ടം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവയെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. സ്റ്റാൻഡ് ഇറ്റ് ഈസ്. അറ്റൻഷൻ. ഓക്കെ, ആരെങ്കിലും ഒരാൾ വന്ന് ഫ്രണ്ടിലേക്ക് വന്നേ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമുക്ക് 1-2 ഗെയിമുകൾ ചെയ്യാനുണ്ട്. അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ? വാമപ്പ്. വാമപ്പ് എന്ന് വെച്ചാൽ എന്താ? ആർക്കെങ്കിലും അറിയാവോ? എന്താ വാമപ്പ്? പറ. ഒരു ഗെയിം ചെയ്യുന്നതിന് മുമ്പ് ഇഞ്ചുറി ആവാതിരിക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അവൻ അറിയാവുന്ന രീതിയിലാണ് പറഞ്ഞത്. വേക്കിംഗ് അപ്പ് അവർ ബോഡി ആൻഡ് മസിൽസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തിനാ അത്? നമ്മളിപ്പോൾ നിങ്ങൾ കുറേ സമയം ഉറങ്ങിയിട്ട് വന്നില്ലേ, അപ്പോൾ നിങ്ങളുടെ ബോഡി മസിൽസ് ഒക്കെ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ നമ്മൾ ഈ വാമപ്പിന് മുന്നേ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു മേജർ ആക്ടിവിറ്റിയിലോട്ടായിരിക്കും പോകുന്നത്. ഒരു മേജർ എക്സസൈസ് അല്ലെങ്കിൽ മേജർ വർക്കൗട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ മസിൽസും ബോഡിയൊക്കെ എന്ത് ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും? ഇഞ്ചുറി. അപ്പോൾ ആ ഇഞ്ചുറി വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് പ്രീ സ്ട്രെച്ചിങ്ങും എക്സസൈസുകളും കുറച്ച് ഫ്രീ ഹാൻഡ് എക്സസൈസ് ഒക്കെ ആയിട്ട് വാംപ് ചെയ്ത് നമ്മുടെ ബോഡിനെ എന്ത് ചെയ്യും? നമ്മുടെ ആക്റ്റീവ് ആക്കുകയാണ്. അടുത്തൊരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി നമ്മുടെ മസിൽസിനൊക്കെ നമ്മൾ റെഡി ആക്കുന്നതിനാണ് വാംപ് എന്ന് പറയുന്നത്. ചലനശേഷി അഥവാ മൂവ്മെൻറ്റ് സ്കിൽ എന്ന അധ്യായത്തിലെ ആദ്യ പ്രവർത്തനമായ മിങ്കിൾ മിങ്കിൾ ഹൈഫൈ എന്ന പ്രവർത്തനമാണ് നാം ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. കുട്ടികൾ പരസ്പരം തൊടാതെ അനുവദിക്കപ്പെട്ട ചതുരത്തിനുള്ളിലോ വൃത്തത്തിനുള്ളിലോ സ്വതന്ത്രമായി നടക്കുന്നു. അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം പ്രത്യേകം സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ ഫ്രീസ്, ക്ലാപ്പ് എന്നിവ പരിശീലിക്കാം. കുട്ടികളുടെ ചലന പ്രക്രിയയും സുഹൃത്തുക്കളെ നേർക്കുനേർ കണ്ടുമുട്ടുമ്പോൾ ഹലോ, നമസ്തേ എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്യാനും ഈ പ്രവർത്തനത്തിലൂടെ കുട്ടി ശീലിക്കുന്നു. ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ മിങ്കിൾ മിങ്കിൾ ഹൈഫൈ. എന്തുവാ? ഓക്കെ, നമ്മൾ അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യും? ഒരു സർക്കിൾ വരയ്ക്കും. ആ സർക്കിൾ വരച്ചതിന് ശേഷം അതിനകത്ത് നിങ്ങൾ ഫ്രീ ആയിട്ട് നടക്കുക. ആ സർക്കിളിനുള്ളിൽ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടക്കാം, ചിരിക്കാം, നിങ്ങൾക്ക് എന്തുവേണം ചെയ്യാം. കുറച്ച് വലുപ്പമുള്ള സർക്കിൾ വരച്ചിട്ട് അതിനകത്ത് ഫ്രീ ആയിട്ട് നടന്നിട്ട് ഞാൻ വിസിലടിക്കുമ്പോൾ മാത്രം എന്ത് ചെയ്യണം? ആദ്യത്തെ വിസിലിന് ഫ്രീസ് ചെയ്യുക.
രണ്ടാമത് വിസിലടിക്കുമ്പം ഒരു 3-4 സെക്കൻഡ് വരെ ആക്ടിവിറ്റി ചെയ്താൽ മതി. അതിനുശേഷം രണ്ടാമത് വിസിലടിക്കുമ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് പോവുക. വീണ്ടും അടുത്ത വിസിലടിക്കുമ്പോഴത്തേക്കും ക്ലാപ്പ് ചെയ്യുക. ക്ലാപ്പ് നിങ്ങൾക്ക് ഡബിൾ ക്ലാപ്പ് ചെയ്യാം, 4 ക്ലാപ്പില്ലേ, ആ ക്ലാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാപ്പ് ചെയ്യാം. ഇതേ സാധനം നമ്മളൊരു 3-4 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു സർക്കിളിനുള്ളിൽ നിങ്ങൾ ഫ്രീ ആണ്. നിങ്ങൾക്ക് ചിരിക്കാം, കൈയടിക്കാം, എന്ത് വെള്ളം ചെയ്യാം, കൂട്ടുകാരെ കാണുമ്പോൾ ഹൈഫ് കൊടുക്കാം, എന്തായാലും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ വിസിലിനനുസരിച്ച് ഫ്രീസ് എന്ന് പറഞ്ഞാൽ ഫ്രീസ് ആവുക, അടുത്ത ക്ലാപ്പ് എന്ന് പറയുമ്പോൾ ക്ലാപ്പ് ചെയ്യുക. മനസ്സിലായോ? സർക്കിൾ ആര് വരയ്ക്കും? ഞാൻ വരയ്ക്കണേ നിങ്ങൾ വരയ്ക്കുമോ? നിങ്ങൾ വരയ്ക്കുമോ? സർക്കിൾ ഉറപ്പാണോ വരയ്ക്കുന്നത്? ഓക്കെ, ഡൺ. എന്നാൽ പെട്ടെന്നൊരു സർക്കിൾ വരച്ചേ നോക്കട്ടെ. വിസിലടിക്കുമ്പോൾ മാത്രം എന്ത് ചെയ്യാം? എവിടെ നിൽക്കുന്ന അവിടെ ഫ്രീസായിട്ട് നിൽക്കുക. ഓക്കെ, അടുത്ത വിസിൽ എന്ത് ചെയ്യണം? അതൊക്കെ വീണ്ടും ഇതുപോലെ തന്നെ സെയിം ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക. രണ്ടാമത്തെ വിസിൽ എന്ത് ചെയ്യണം? ക്ലാപ്പ്. റെഡിയാണോ? ഓക്കെ, വാ. അപ്പോൾ എല്ലാവരും ഉള്ളിൽ കയറിക്കോ. ഇനി നിങ്ങൾ ഫ്രീ ആയിട്ട് കിടന്നോ. ഫ്രീ ആയിട്ട് ആരും ടച്ച് ചെയ്യാണ്ട് ഫ്രീ ആയിട്ട് കിടന്നോ. ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. ആരും പരസ്പരം ടച്ച് ചെയ്യല്. ഫ്രീ ആയിട്ട് കിടന്നോ. മൂവ് ചെയ്തോ. അടുത്ത ക്ലാപ്പ് വൃത്തിയായിട്ട് അടിക്കണം. 3 ക്ലാപ്പ് വൃത്തിയായിട്ട് അടിക്കണം കേട്ടോ. ഇതിൻ്റെ തുടർ പ്രവർത്തനമാണ് ഹൈ-ഫൈ ക്ലാപ്പ്. ഒരു കൂട്ടം കുട്ടികളെ 2 ഗ്രൂപ്പുകളായി തിരിക്കുന്നു. വൃത്തത്തിൽ ഒരു കൂട്ടം കുട്ടികളെയും വൃത്തത്തിന് പുറത്ത് മറ്റേ കൂട്ടം കുട്ടികളെയും നിർത്തുന്നു. വൃത്താകൃതിയിൽ നിൽക്കുന്ന കുട്ടികൾ വൃത്തത്തിന് പുറത്തേക്ക് മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. ഇതിന് ചുറ്റിലുമായി വലിയ വൃത്തത്തിൽ കുട്ടികൾ ഘടികാരദിശയിലും എതിർ ഘടികാരദിശയിലും ചലിക്കുന്നു. അധ്യാപകന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ചലിക്കുന്ന കുട്ടികൾ വൃത്തത്തിന് പുറത്തേക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന കുട്ടികളെ കൈയിലെ 5 വിരലും പരസ്പരം ചേർത്ത് ഹൈ-ഫൈ അഭിവാദ്യം ചെയ്ത് അകത്തേക്ക് കടക്കുന്നു. അധ്യാപകൻ നേരത്തെ നിർദ്ദേശിച്ചത് അനുസരിച്ച് ഈ പ്രക്രിയ തുടരുന്നു. തുടർന്ന് വൃത്തത്തിന് അകത്ത് നിന്ന കുട്ടികളെ പുറത്തേക്ക് മാറ്റി ഇതേ പ്രക്രിയ തുടരുന്നു. കുട്ടികൾക്ക് അധ്യാപകൻ ഹൈ-ഫൈ ക്ലാപ്പ് എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഹൈ-ഫൈ ക്ലാപ്പ് എന്ന് പറഞ്ഞ ഗെയിമാണ് സെക്കൻഡ് ഗെയിം. എന്തുവാ? ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി സർക്കിൾ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ആ സർക്കിൾ വരച്ചിരിക്കുന്ന ആരാ വരച്ചേ? ഓക്കെ, നിങ്ങൾ തന്നെ സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ടീമിനെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കുക. ആദ്യം ഒരു എ ഗ്രൂപ്പും ഒരു ബി ഗ്രൂപ്പും. എ ഗ്രൂപ്പ് ആദ്യം ഉള്ളി വരിക. ബി ഗ്രൂപ്പ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് ഈ സർക്കിളിന് നേരെ സർക്കിളിൽ സ്പേസ് ഇട്ട് തന്നെ പോവുക. ഓക്കെ, അകത്ത് നിൽക്കുന്ന ആൾക്കാർ ഇവരെ ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ ഫേസ് ചെയ്ത് ഈ ഒരു ഗ്യാപ്പിൽ നേരെ തിരിഞ്ഞ് നിൽക്കുക. മനസ്സിലായോ? ഓക്കെ, ഇനി പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ദിശയിലോട്ട്, ഇതോ അല്ലെങ്കിൽ ഈ ദിശയിലോട്ടോ ജസ്റ്റ് മൂവ് ചെയ്യാം. നിങ്ങൾക്ക് ചെറിയ ജോഗ് ചെയ്യാം, സ്പീഡ് നടക്കാം, എന്ത് വേണം ചെയ്യാം. പക്ഷെ എല്ലാവരും ഒരേ സൈഡിലോട്ട് പോവുക. എൻ്റെ ആദ്യത്തെ വിസിൽ എന്ത് ചെയ്യണം? ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ നേരെ ഉള്ളിൽ കയറിയിട്ട് അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഹൈഫൈ കൊടുക്കാം. വീണ്ടും അടുത്ത വിസിൽ എന്ത് ചെയ്യണം? ചാടി കൊടുത്തു. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത വിസിൽ എന്ത് ചെയ്യണം? നേരെ പുറത്തിറങ്ങി നിങ്ങൾ വീണ്ടും ജോഗ് ചെയ്യുക.
അകത്ത് നിൽക്കുന്നവർ ഫ്രീ ആയിട്ട് തന്നെ നിൽക്കുക. വീണ്ടും അടുത്ത വിസിലിന് ഉള്ളിൽ കയറിയിട്ട് ഐഫ് കൊടുക്കണം. ഒരു 4 കഴിഞ്ഞിട്ട് നേരെ റിപ്പീറ്റേഷൻ വരും. അകത്തുള്ളവർ പുറത്തു പോകും, പുറത്തുള്ളവർ അകത്തു പോകും. ഇതാണ് നമ്മുടെ ഗെയിം. സിമ്പിളല്ലേ? റെഡിയാണോ? റെഡിയാണോ? ചലനശേഷി എന്ന ഈ അധ്യായത്തിൽ 1ഉം 2ഉം പ്രവർത്തനങ്ങൾ കുട്ടികൾ പരിചയപ്പെടുന്നതോടുകൂടി കുട്ടികളിൽ സഞ്ചാരശേഷികളായ നടത്തം, ഓട്ടം എന്നിവയിലൂടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വിവിധ ആകൃതികൾ, നിറങ്ങൾ എന്നിവ പരിചയപ്പെടുന്നതിനും സഹകരണശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകുന്നു. കായികക്ഷമതയില്ലാത്ത ഒരു ജനതയുടെ ജീവിതം അർത്ഥശൂന്യവും നിരക്തകവുമാണ്. നമ്മുടെ ചിന്തകളെയും സംസാരത്തെയും ചുറ്റുപാടുകളെയും വിപുലീകരിക്കാൻ ആരോഗ്യമുള്ള പുതുതലമുറയ്ക്ക് മാത്രമേ കഴിയൂ. ഈ സാക്ഷാത്കാരത്തിനായി നമുക്ക് യത്നിക്കാം. SIETയുടെ കായിക ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടി നിങ്ങൾക്കേവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.